തിരുവനന്തപുരം കാരക്കുളം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ ഒന്നാം ഘട്ടം മാർച്ചോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. റേഷൻ വിതരണത്തിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ട്രഷറർ വി.കെ. പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടിയിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച ധർണ കെ.പി.സി.സി സെക്രട്ടറി സി.സി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൂറ്റനാട് ടൗൺ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ വിവിധ സെന്ററുകളിൽ പൊതുശുചീകരണ തൊഴിലാളികളുടെ വിന്യസിച്ചു. പരിപാടി മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാപ്പ വിലക്ക് നിലനിൽക്കെ അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവേശിച്ചതിന് കോട്ടൂർ സ്വദേശി അക്ബർ ഷായെ അറസ്റ്റ് ചെയ്തു. അക്ബർ ഷാ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ 6 കേസുകളിൽ പ്രതിയാണ്. തൃശൂർ കല്ലൂർ റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. വെണ്ടോർ സ്വദേശികളായ വികാസ്, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്.